ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ സലാത്തുൽ ഖൗഫ് രണ്ട് ഹദീസ് നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ സലാത്തുൽ ഖൗഫിൻ്റെ രണ്ട് നമസ്കാര രീതികൾ പറയുന്ന ഹദീസ്. ഇനി അതിൽ മൂന്നാമത്തെ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അതിൽ സലാത്തുൽ ഖൗഫിൻ്റെ മറ്റൊരു രീതിയാണ് വിശദീകരിക്കുന്നത്. عن جابر رضي الله تعالى عنه قال شهدت مع رسول الله صلى الله عليه وسلم صلاة الخوف فصففنا صفين صف خلف رسول الله صلى الله عليه وسلم والعدو بيننا وبين القبلة فكبر النبي صلى الله عليه وسلم وكبرنا جميعا ثم ركع وركعنا جميعا ثم رفع رأسه من الركوع ورفعنا جميعا ثم انحدر بالسجود والصف الذي يليه وقام الصف المؤخر في نحر العدو فلما قضى السجود قام الصف الذي يليه وذكر الحديث. وفي رواية ثم سجد وسجد معه الصف الأول فلما قاموا سجد الصف الثاني وذكر مثله. وفي آخره ثم سلم النبي صلى الله عليه وسلم وسلمنا جميعا فلما قاموا سجد الصف الثاني ثم وذكر مثله وفي آخره ثم سلم النبي صلى الله عليه وسلم وسلمنا جميعا ما في مشكلة. رواه مسلم. ولأبي داود عن أبي أياش الزرقي مثله وزاد إنها كانت بعصفان عصفان ما في مشكلة عصفان. സലാത്തുൽ ഖൗഫിൻ്റെ മറ്റൊരു രീതിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ജാബിർ റളിയല്ലാഹു തആല പറയണം, ഷഹീദു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഖൗഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞാൻ സലാത്തുൽ ഖൗഫിൽ പങ്കെടുത്തു. ഫസഫഫ്നാ സഫൈനി, ഞങ്ങൾ നബിയോടൊപ്പമുള്ളവർ രണ്ട് അണികളായി. ഫസഫഫ്നാ സഫൈൻ, രണ്ട് അണികളായിട്ട് ഞങ്ങൾ സഫായി നിന്നു. സഫുൻ ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഫ് റസൂലുള്ളാഹിൻ്റെ പിന്നിൽ. വൽ അദു ബൈനനാ വബൈനൽ ഖിബ്ല, ശത്രുവാകട്ടെ ഞങ്ങളുടെയും ഖിബ്ലയുടെയും ഇടയിലാണ്. ഫകബ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലി. വകബ്ബർനാ ജമീഅൻ, ഞങ്ങൾ രണ്ട് സഫും ഒന്നിച്ച് നബിയോടൊപ്പം തക്ബീർ ചൊല്ലി. സുമ്മ റകഅ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുകൂ ചെയ്തു. വറകഅനാ ജമീഅൻ, ഞങ്ങളെല്ലാവരും റസൂലുള്ളാഹിയോടൊപ്പം റുകൂ ചെയ്തു. സുമ്മ റഫഅ റഅസഹു, പിന്നീട് റസൂലുള്ളാഹി തല ഉയർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനർ റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് എഴുന്നേറ്റു. വറഫഅനാ ജമീഅൻ, ഞങ്ങളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം റുകൂഇൽ നിന്ന് തല ഉയർത്തി. സുമ്മ ഇൻഹദറ ബിസ്സുജൂദ്, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് കുനിഞ്ഞു. ഇൻഹദറ എന്ന് പറഞ്ഞാൽ ഹവ എന്നർത്ഥം, കുനിഞ്ഞു. സുമ്മ ഇൻഹദറ ബിസ്സുജൂദ്, സുജൂദ് കൊണ്ട് സുജൂദിലേക്ക് റസൂലുള്ളാഹി കുനിഞ്ഞു. ഖലാസ്. വസ്സഫുല്ലദീ യലീഹി, നബിയോട് ഒപ്പം തൊട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ തൊട്ടുള്ള സഫും സുജൂദ് ചെയ്തു. സുമ്മൻ ഹദറ ബിസ്സുജൂദ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് കുനിഞ്ഞു. വസ്സഫുല്ലദീ യലീഹി, നബിയെ ചേർന്നുള്ള സഫും. രണ്ട് സഫുണ്ട് അല്ലേ, രണ്ട് സഫിൽ നബിയോട് തൊട്ടുള്ള സഫും സുജൂദിലേക്ക് കുനിഞ്ഞു. വഖാമ സഫുൽ മുഅഖർ ഫി നഹ്റിൽ അദു, വഖാമ സഫുൽ മുഅഖർ, പിന്നിലെ സഫ് നിന്നു, നിലയുറപ്പിച്ചു. ഫി നഹ്റിൽ അദു, ശത്രുവിൻ്റെ നെഞ്ചിന് നേരെയാണ്, ശത്രുവിന് നേരെ. അപ്പം പിന്നിലെ സഫ് എന്ത് ചെയ്തില്ല, സുജൂദ് പോകാതെ നിന്നു. ഫലമ്മ ഖള സുജൂദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് നിർവഹിച്ചപ്പോൾ ഖാമ സഫുല്ലദീ യലീഹി, സുജൂദ് ചെയ്തപ്പോൾ ഖാമ സഫുല്ലദീ യലീഹി, നബിയെ ചേർന്നുള്ളതുണ്ടല്ലോ, അവരെന്ത് ചെയ്തു, എഴുന്നേറ്റു. എന്നിട്ട് വദക്കറൽ ഹദീസ്, അങ്ങനെയല്ല നിങ്ങളുള്ള വദക്കറൽ ഹദീസ്, ഹദീസിൻ്റെ ബാക്കി ഭാഗം അദ്ദേഹം ഉണർത്തി എന്ന് ഇബ്നു ഹജർ പറയാണ്. വദക്കറൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസിൻ്റെ ഭാഗം, ഹദീസ് നീണ്ട ഹദീസാണ്, പക്ഷേ ഇബ്നു ഹജർ മുഴുവൻ കൊടുക്കണില്ല. വദക്കറൽ ഹദീസ്, ഹദീസിന് അദ്ദേഹം പറഞ്ഞു. ഫദക്കറൽ ഹദീസ് ഫദക്കറൽ ഹദീസ്, എല്ലാവരിലും അങ്ങനെ തന്നെ, നാസർ ഖാനിലൊക്കെ ഫദക്കറൽ ഹദീസ്. വഫി റിവായ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത്
ഇത് മുസ്ലിമിൻ്റെ റിവായത്താണല്ലേ, റവാഹു മുസ്ലിം അല്ലേ ഹദീസ് അവസാനം. ആ വഫി റിവായത്തിൻ സുമ്മ സജദ വസജദ മഅഹു സഫുൽ അവൽ. സുമ്മ സജദ പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തു. വസജദ മഅഹു സഫുൽ അവൽ, ഒന്നാമത്തെ സഫ്. ഇവിടെ എലീഹി എന്ന് പറഞ്ഞില്ലേ സഫുൽ അദീലി, അതിന് പകരം സഫുൽ അവൽ റസൂലുള്ളാഹിയോടൊപ്പം സുജൂദ് ചെയ്തു. ഫലമ്മ ഖാമു, അവർ എഴുന്നേറ്റപ്പോൾ സജദ സഫു സാനി, രണ്ടാമത്തെ സഫ് എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. വദക്കറ മിസ്ലഹു, അവിടെ നിങ്ങൾ എന്താ ഏറെ പറഞ്ഞേ? സുമ്മ തഅഖറ സഫുൽ അവൽ വതഖദ്ദമ സഫു സാനി വദക്കറ മിസ്ലഹു. അതായത് പിന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുജൂദ് ചെയ്തവരുണ്ടല്ലോ, സുജൂദ് ചെയ്ത് അവരെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? അവർ പിന്നിലേക്ക് നിന്നു. അപ്പോൾ എന്ത് ചെയ്തു? ബാക്കിൽ നിസ്കരിക്കുന്നവർ മുന്നിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? അവർ സുജൂദ് ചെയ്തു. അതാണ് പറയുന്നത്. അതായത് ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ടീമാക്കി, രണ്ട് സഫാക്കി, മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിസ്കരിച്ചു, തക്ബീർ ചൊല്ലി, അതേപോലെ തന്നെ റുക്കൂ ഒന്നിച്ച് ചെയ്തു, റുക്കൂവിൽ നിന്ന് ഒന്നിച്ച് എഴുന്നേറ്റു. രണ്ട് സഫാണുള്ളത്. എന്നിട്ട് ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പിന്നെയുള്ള സഫ് എന്ത് ചെയ്തു? റസൂലുള്ളാഹിയോടൊപ്പം സുജൂദ് ചെയ്തു. അപ്പം മറ്റേ ആളുകൾ എന്ത് ചെയ്തു? ശത്രുവിനെ നോക്കിയിട്ട് നിന്നു. ഇവരെന്ത് ചെയ്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിന് തല ഉയർത്തിയപ്പോൾ ഈ വിഭാഗം എഴുന്നേറ്റിട്ട് അവർ ബാക്കിലേക്ക് വന്നു, ഈ വിഭാഗം മുന്നിലേക്ക് വന്നു. മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാണ്. സുമ്മ സജദ വസജദ മഅഹു അസ്സഫുൽ അവൽ ഫലമ്മ ഖാമു സജദ സഫു സാനി, രണ്ടാമത്തെ സഫ് സുജൂദ് ചെയ്തു. സുമ്മ തഅഖറ സഫുൽ അവൽ, പിന്നെ ഈ രണ്ടാമത്തെ സഫ് സുജൂദ് ചെയ്തതിന് ശേഷം, അതാണ് അവരെന്ത് ചെയ്ത്? ആദ്യം സുജൂദ് ചെയ്ത ടീമുണ്ടല്ലോ, അവർ പിന്നിലേക്ക് നിന്നു. പിന്നെ രണ്ടാമത്തെ സഫ് മുന്നിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പിന്നെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ മുന്നിലേക്ക് നിന്നു. വദക്കറ മിസ്ലഹു. തയ്യിബ് വഫി ആഖിരി, അതിൻ്റെ അവസാനം സുമ്മ സല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടി. വസല്ലംന ജമീഅൻ, ഞങ്ങളെല്ലാവരും സലാം വീട്ടി. അവസാനം ഒന്നിച്ചാണ് എന്ത് ചെയ്തത്? സലാം വീട്ടിയത്. റവാഹു മുസ്ലിം. വലി അബീ ദാവൂദ, ഇമാം അബൂ ദാവൂദിൻ്റെ സുനനിലുണ്ട്. ഇത് മുസ്ലിമിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അബൂ ദാവൂദിൻ്റെ സുനനിലുണ്ട്. അബി അയ്യാഷ് അസ്സുറഖി, അബു അയ്യാഷ് അസ്സുറഖിയിൽ നിന്ന് മിസ്ലഹു, ഇതുപോലത്തെ ഹദീസ്. വസാദ്, പക്ഷേ അബു അയ്യാഷിന് സുറഖിയുടെ ഹദീസിലേറെ വന്നത് ഇന്നഹ കാനത്ത് ബി ഉസ്ഫാൻ. ഇന്നഹ, ഈ സലാത്തുൽ ഖൗഫ് ഉണ്ടല്ലോ, ജാബിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിസ്കരിച്ച ഈ സലാത്തുൽ ഖൗഫ്, ഇന്നഹ കാനത്ത്, അതായിരുന്നു ബി ഉസ്ഫാൻ അല്ലെങ്കിൽ ബി അസ്ഫാനിൽ വെച്ചായിരുന്നു. മനസ്സിലായില്ലേ? അസ്ഫാൻ എന്ന് പറഞ്ഞാൽ എവിടെ സ്ഥലം? അസ്ഫാൻ എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഇന്നത്തെ തരീഖ് ഹിജ്റയിൽ മനസ്സിലായി ജനാധിപത്യമായ കുറച്ച് കാൽപ്പാർപ്പുള്ള ഒരു സ്ഥലമാണ്. അവിടെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഉസ്ഫാൻ. എനിക്ക് കൊണ്ടുവന്ന് മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ 90 കിലോമീറ്റർ മക്കയിൽ നിന്ന് വിട്ട് ഇന്നത്തെ തരീഖ് ഹിജ്റയിലാണ് ഉസ്ഫാൻ ഉള്ളത്. ഈ സംഭവം ഇവിടെ ഈ സലാത്തുൽ ഖൗഫ് റസൂൽ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ ജാബിർ റളിയല്ലാഹു തആല പങ്കെടുത്ത് പറയണേ, ഇത് ഹുദൈബിയ സന്ധിയോടനുബന്ധിച്ചുള്ള സലാത്തുൽ ഖൗഫാണ്. അതായത് ഹുദൈബിയ സന്ധിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറക്ക് പോയതാണ്. അങ്ങനെ ഉസ്ഫാനിലെത്തിയിട്ട് ദുഹ്ർ നിസ്കരിക്കണം. അപ്പോഴാണ് ഖാലിദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ 200 കുതിരപ്പടയാളികൾ വരുന്നത്. ഖാലിദ് അന്ന് മുശ്രിക്കാണ്. ഖാലിദ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് മക്കത്ത് നിന്ന് അവർ പുറപ്പെട്ടതാണ്. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു 200 കുതിരപ്പടയാളികളായിട്ട് വന്ന് ഒളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് ദുഹ്ർ നിസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാബത്തും ദുഹ്ർ നിസ്കരിക്കുന്നത്. അപ്പോൾ ഖാലിദ് പറഞ്ഞ്, ഇതാണ് അറ്റാക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ടൈം നിസ്കരിക്കുമ്പോൾ അവർ ദുനിയാവിനോട് ബന്ധം വിട്ടുള്ള നിസ്കാരം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അസറിന് ഇവർക്കൊരു നിസ്കാരമുണ്ട്. ഖാലിദ് പറഞ്ഞു, അസറിന് ഇവർക്കൊരു നിസ്കാരമുണ്ട്, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാടി അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് നിന്ന് ദുർസ്കാരം വീക്ഷിച്ച് അസറിന് അറ്റാക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്ത് വഹി വന്ന് പിന്നത്തെ നിസ്കാരം എന്താണ്? സലാത്തുൽ ഖൗഫാണ്. അവർ ഖാലിദും കൂട്ടരും റസൂലുള്ളാഹിനെ അറ്റാക്ക് ചെയ്യാൻ വീക്ഷിക്കുമ്പോഴാണ് നിസ്കാരം തുടങ്ങിയത്. അപ്പോൾ ഒന്നിച്ച് നിസ്കരിച്ച് പിന്നെ ഒന്നിച്ച് റുക്കൂ ചെയ്ത് പിന്നെ ഒന്നിച്ച് എഴുത്തലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ടൈം എപ്പോഴാണ്? സുജൂദിലാണ്. പക്ഷേ റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരു ഭാഗം സുജൂദ് ചെയ്ത് മറ്റേ ഭാഗം ശത്രുവിനെ നെഹറിൽ വൽ അദു ബൈനനാ ബൈനൽ ഖിബ്ല
ഫക്കബ്ബർന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകബ്ബർന ജമിയൻ സുമ്മ റകഅ വറകഅന ജമിയൻ സുമ്മ റഫഅ റഅസഹു മിനർ റുകൂഇ വറഫഅന ജമിയൻ സുമ്മ ഹദറ ബിസ്സുജൂദി വസ്സഫു അല്ലദി യലിഹി വഖാമ സഫുൽ മുഅഖർ ഫി നഹ്റിൽ അദു. ഉണ്ടോ? അതു അവിടെ ഉണ്ട്. അപ്പോൾ അതുവിൻ്റെ ആ നെഞ്ചിന് നേരെ ഒരു ഭാഗം പിന്നിലുള്ളവരെന്ത് ചെയ്ത് നിലയുറപ്പിച്ചു. മനസ്സിലായി? അതോടുകൂടി ഖാലിദിനും കൂട്ടർക്കും വലിയ അടിയായി. അത് വലിയ അടിയായി. ഏതായാലും പിന്നെ ഈ ആ നിസ്കാരം എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മക്കയിലേക്കുള്ള നേർവഴി ഉണ്ടല്ലോ, ആ വഴിയിലേക്ക് പിന്നെ പോകാതെ, കാരണം അവിടെ ഖാലിദിൻ്റെ പടയാണ്. എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാർഗേണ ശത്രു ഉണ്ടാകും, ഇനിയും റസൂലിനെ ആക്രമിക്കാൻ ശത്രുസേന ഉണ്ടാകും എന്ന് വിചാരിച്ച് റസൂൽ എന്ത് ചെയ്ത് നേരെ അവിടുന്ന് അല്പം ദുർഘടമായ വഴിയിലൂടെ മല കയറി ഇറങ്ങിയിട്ട് അവിടെ എത്തി, ഹുദൈബിയയിലെത്തി. പിന്നെയാണ് അത് ചരിത്ര പ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയായിട്ട് ആ യാത്ര കലാശിക്കണം. ഖലാസ്. ഏതായാലും ഇവിടെ പിന്നെ അതാണ് ഇന്നഹ കാനത്ത് ബി ഉസ്മാൻ. അത് അബൂദാവൂദിൻ്റെ റിപ്പോർട്ടാണ്. അബു അയ്യാഷ് അസ്സുറഖി, അബു അയ്യാഷ് അസ്സുറഖി, അദ്ദേഹം സെയ്ദ് ബിൻ സ്വാമിത്ത് അസ്സുറഖിയാണ്. സെയ്ദ് ബിൻ സ്വാമിത്ത് അസ്സുറഖി അദ്ദേഹം സഹാബിയാണ്. ഹിജ്റയുടെ 41-ലോ 40-ന് ശേഷം മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. അബു അയ്യാഷ് അസ്സുറഖി, സെയ്ദ് ബിൻ സ്വാമിത്ത് അസ്സുറഖി. തയ്യബ്. അപ്പോൾ ഇത് സലാത്തുൽ ഖൗഫിൻ്റെ മറ്റൊരു രീതിയാണ്. ഈ രീതി എങ്ങനെ മനസ്സിലാക്കിയത് പറഞ്ഞാണ്? സൈന്യം ഇമാമിൻ്റെ ബാക്കിൽ 2 സഫായിട്ട്, ശത്രു ഇമാമിന് ഖിബ്ലൻ്റെയും ഇടയിലായിരിക്കും. മനസ്സിലല്ലേ? അപ്പോൾ ഒന്നിച്ച് നിസ്കാരം തുടങ്ങുക, ഒന്നിച്ച് റുക്കുവിൽ നിന്നുള്ള എഴുത്തിതാൽ ഒന്നിച്ച്. പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക? ആദ്യ വിഭാഗം സുജൂദ് ചെയ്യുക, മറ്റേ വിഭാഗം ശത്രുവിന് നേരെ നിലയുറപ്പിക്കുക. അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ എഴുന്നേൽക്കുക. ഈ വിഭാഗം എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യുക. എന്നിട്ട് സുജൂദ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ വിഭാഗം പിന്നിലേക്ക് വരിക, ഈ വിഭാഗം മുന്നിലേക്ക് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവർ അടുത്ത നിസ്കാരം ഇതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച്, പക്ഷേ അവർ സുജൂദ് ചെയ്യുമ്പോൾ ആ വിഭാഗമാണ് എന്ത് ചെയ്യേണ്ടത്? നബിയോടൊപ്പം സുജൂദ് ചെയ്യേണ്ടത്. ഈ വിഭാഗം നോക്കി നിൽക്കുക. അവർ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗവും എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യുക. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ ഇമാം അവരെ ഒന്നിച്ച് സലാം വീട്ടുക. തസവ്വുറാവുണ്ടോ? മനസ്സിലായില്ല? ഇമാം മഅ്മൂമിങ്ങളെ 2 സഫാക്കുക, എന്നിട്ട് ഒന്നിച്ച് നിസ്കാരം തുടങ്ങുക. ഖിറാഅത്തും അതേപോലെ തന്നെ റുക്കൂയിലും തലയുയർത്തലൊക്കെ എല്ലാവരും ഒന്നിച്ച്. സുജൂദിലേക്ക് പോകുമ്പോൾ വ്യത്യാസം. സുജൂദിലേക്ക് പോകുമ്പോൾ ഇമാം സുജൂദ് പോവുക, ഇമാമിന് തൊട്ടുള്ള സഫ് ഇമാമിനോടൊപ്പം സുജൂദ് പോവുക. ബാക്കിലുള്ളവരെന്ത് ചെയ്യുക? സുജൂദ് ചെയ്യാതെ നിലയുറപ്പിക്കുക ശത്രുവിന് നേരെ. അവർ സുജൂദ് ചെയ്തിട്ട് അവരെഴുന്നേൽക്കും. എഴുന്നേൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ വിഭാഗം സുജൂദ് ചെയ്യുക. ബാക്കിൽ രണ്ടാമത്തെ സഫ് ഉണ്ടല്ലോ, സുജൂദ് ചെയ്യാത്തവർ സുജൂദ് ചെയ്യുക. അവർ സുജൂദ് ചെയ്തിട്ട് എഴുന്നേറ്റാൽ അവർ മുന്നിലേക്ക് പോവുക. അപ്പോൾ മുന്നിലുള്ളവരെന്ത് ചെയ്യുക? ബാക്കിലേക്ക് വരിക. ഇമാമിൻ്റെ കൂടെ നിസ്കാരം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കാരം എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടാനാണത്. ഇമാം എല്ലാവരോടും തുല്യ നീതിയിൽ വർത്തിക്കണം എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗം ഇമാമിൻ്റെ അടുത്തേക്ക് പോവുക, മറ്റേ വിഭാഗം പിന്നിലേക്ക് വരിക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ഇമാം അവരെയും കൊണ്ട് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്ത് നിസ്കരിച്ചതുപോലെ തന്നെ റുക്കൂ ചെയ്യുക ഒന്നിച്ച്, റുക്കൂയിൽ നിന്ന് എഴുന്നേൽക്കുക ഒന്നിച്ച്. ഖലാസ്. എന്നിട്ട് മുന്നിലേക്ക് വന്ന ടീമുണ്ടല്ലോ, അവരെയും കൊണ്ട് ഇമാം സുജൂദിൽ പോവുക. എന്നിട്ട് അവർ സുജൂദ് ചെയ്തിട്ട് ഇരിക്കുക. അപ്പോൾ ഈ വിഭാഗം എന്ത് ചെയ്യുക? അവരിയ്ക്കുമ്പോൾ ഇവരുടെ സുജൂദ് ഇവർ ചെയ്യുക, എന്നിട്ട് അവരിയ്ക്കുക. ഒന്നിച്ച് തശഹൂദ് ചെയ്തിട്ട് ഇമാം എല്ലാവരെയും കൊണ്ട് സലാം വിട്ട്. ഇപ്പോഴും തിരിഞ്ഞില്ല? ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഹിജ്റയുടെ 6-ൽ അത് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര സ്ഥലത്ത് നിസ്കരിച്ചു എന്നുള്ളതും അതേപോലെ തന്നെ എത്ര നിസ്കാരങ്ങൾ നിർവഹിച്ചു എന്നുള്ളതിലും ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ പിന്നെ ഖന്തഖ് യുദ്ധത്തിന് ശേഷമാണ് സലാത്തുൽ ഖൗഫ്. സലാത്തുൽ ഖൗഫ് ഷറാക്കപ്പെട്ടത്. കാരണം എന്തുകൊണ്ട്? ഖന്തഖ് യുദ്ധത്തിൽ സലാത്തുൽ ഖൗഫില്ല, അതുകൊണ്ടാണ് നിസ്കാരം തെറ്റിയത്. നിസ്കാരം ബുഹ്ർ അസർ നിസ്കാരങ്ങൾ സമയം തെറ്റി നിസ്കരിക്കേണ്ടി വന്നത്. മനസ്സിലായി? അന്ന് സലാത്തുൽ ഖൗഫ് ഷറാക്കപ്പെട്ടില്ല. ഖന്തഖ് യുദ്ധത്തിന് ശേഷമാണ് സലാത്തുൽ ഖൗഫ് ഷറാക്കിയത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ സലാത്തുൽ ഖൗഫ്
പിന്നെ ഹുദൈബിയോടനുബന്ധിച്ചെന്ന് പറയുന്നതുണ്ട് ചരിത്രത്തിൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, പഠിപ്പിച്ചിരിക്കും. മനസ്സിലായി? ഒരിക്കലും തഖീറുൽ ഖിതാബ് അൻ വഖ്തിൽ ഹാജ ലാ യജൂസ്. അതായത് പിന്നെ പഠിപ്പിക്കേണ്ട ടൈം ഉണ്ടല്ലോ, അതിനെ തൊട്ട് പഠിപ്പിക്കൽ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാകും ഇങ്ങനെയാണ് നിസ്കാരം എന്നുള്ളത്. ഇതിന് കുറേ കൈഫിയത്തുണ്ട്. അപ്പോൾ റസൂലുള്ള ഏതൊരു കൈഫിയത്താണോ സ്വീകരിക്കുന്നത് അത് അവരെ അറിയിച്ചിരിക്കും. അതില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ലോ. അറിയിച്ചിട്ടുണ്ടാവും, അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ടാവും നമ്മുടെ നിസ്കാരം ഇതാണെന്നുള്ളത്. അതില്ലെങ്കിൽ ഈ കൃത്യത്തിൽ നിസ്കാരം നടക്കുമല്ലോ. അങ്ങനെ ഖൗഫിനനുസരിച്ച് നിസ്കാരം, സലാത്തുൽ ഖൗഫ് ഉണ്ടല്ലോ, സലാത്തുൽ ഖൗഫിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കൈഫിയത്തൊക്കെ എന്തിനാ? എത്രയാണോ ഖൗഫ് അതിനനുസരിച്ചാണ്, എത്രയാണോ ഖൗഫ് അതിനനുസരിച്ചാണ്, ശത്രു എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. ചിലപ്പോൾ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ യുദ്ധമല്ല, പക്ഷേ ഒരാൾക്ക് ഖൗഫ് എന്താ ഏതോ നിലക്ക് ഖൗഫാണ്, മനസ്സിലായില്ലേ? അയാൾക്ക് നിസ്കാര സമയമായി, നിസ്കാരം വൈകിക്കാൻ പറ്റില്ല, ടൈം തീരെയാണ് എങ്കിൽ എങ്ങനെയാണോ നിസ്കരിക്കാൻ കഴിയണം അങ്ങനെ നിസ്കരിക്കുക, എങ്ങനെയാണോ നിസ്കരിക്കാൻ കഴിയണത് ആ രീതിയിൽ നിസ്കരിക്കുക. അത് ഇനി ഒരാളൊറ്റക്കാണെങ്കിലും ശരി, എങ്ങനെയാണോ കഴിയണം അങ്ങനെ ആ രീതിയിൽ നിസ്കരിക്കുക. റുക്കുനുകൾ വരെ പാലിച്ചില്ലെങ്കിൽ സലാത്തുൽ ഖൗഫിൽ നിസ്കാരം സാധുവാണ്. പടങ്ങി പാർക്കൽ, റുക്കൂ, സുജൂദ് അതൊന്നുമില്ല, സലാത്തുൽ ഖൗഫ് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായ? അപ്പോൾ പിന്നെ ജമാഅത്തിൻ്റെ കാര്യം പറയണോ? പക്ഷെ എന്നാലും സലാത്തുൽ ഖൗഫിൽ വരെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജമാഅത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ രീതികൾ ജമാഅത്തില്ലാതെ നിസ്കരിക്കാം, പക്ഷേ അതും പിന്നെ അതിലും ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളതിൻ്റെ ആ ജമാഅത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാനുള്ളത്. ഖലാസ്, ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്ത ഹദീസ് വലിന്നസാഇ അൻ ജാബിരിൻ, അല്ലേ? അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു. ജാബിറാ ഞാൻ ഇബ്നു ഉമറോ? വലിന്നസാഇ മിൻ വജ്ഹിൻ ആഖർ അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ബിതായിഫത്തി മിൻ അസ്ഹാബിഹി റകഅതൈൻ ثم سلم ثم صلى بآخرين ركعتين ثم سلم. أيضا ركعتين يعني أيضا نندا. طيب ما في مشكلة. وللنسائي നസായിക്കുണ്ട് സുനനിൽ മിൻ വജ്ഹിൻ ആഖർ മറ്റൊരു രീതിയിൽ റിപ്പോർട്ടുണ്ട്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ, അല്ലെങ്കിൽ മിൻ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് അതൊരു മറ്റൊരു വജ്ഹിലൂടെ നസായിയുടെ സുനനിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? അന്നൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വല്ലാ ബി തായിഫത്തി മിൻ അസ്ഹാബിഹി, തൻ്റെ സഹാബത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ കൊണ്ട് നമസ്കരിച്ചു, റകഅത്തൈനി, 2 റകഅത്ത്. സുമ്മ സല്ലമ, എന്നിട്ട് റസൂൽ അവരെയും കൊണ്ട് സലാം വീട്ടി. സുമ്മ സല്ലാ ബി ആഖരീൻ, പിന്നെ മറ്റൊരു ടീമിനെ കൊണ്ട് നമസ്കരിച്ചു, റകഅത്ത് ഐദൻ, വീണ്ടും റകഅത്തൈനി, 2 റകഅത്ത്. സുമ്മ സല്ലമ, എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടി. എന്താ അതിൻ്റെ കൈഫിയത്ത് എന്ന് പറഞ്ഞാൽ? ആളുകളെ 2 ആക്കി തിരിച്ചു. ഒരു വിഭാഗത്തിനെ കൊണ്ട് റസൂൽ നിസ്കരിച്ചു, എന്നിട്ട് 2 റകഅത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടി. പിന്നെ മറ്റൊരു ടീമിനെ കൊണ്ട് നിസ്കരിച്ചു, എന്നിട്ട് റസൂൽ സലാം വീട്ടി. അപ്പോൾ റസൂൽ എത്ര നിസ്കരിച്ച്? 4. ആളുകളോ 2. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർദ് നിസ്കരിച്ച 2 റകഅത്താണ്. പക്ഷേ രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ നിസ്കാരം അത് സുന്നത്താണ്. എല്ലാവരും ഫർദ് നിസ്കരിച്ച 2 റകഅത്താണ്. പക്ഷേ റസൂൽ 2 റകഅത്ത് ഏറെ സുന്നത്ത് നിസ്കരിച്ചു. ഈ ഹദീസ് സുന്നത്ത് നിസ്കരിക്കുന്നവൻ്റെ പിന്നിൽ ഫർദ് നിസ്കരിക്കുക എന്നുള്ളതിന് തെളിവ് കൂടിയാണ്. സുന്നത്ത് നിസ്കരിക്കുന്നവൻ്റെ പിന്നിൽ ഫർദ് നിസ്കരിക്കാം എന്നുള്ളതിന് തെളിവാണ്. ഇത് സലാത്തുൽ ഖൗഫിൻ്റെ മറ്റൊരു രീതിയാണ്. കസറാക്കി നിസ്കരിച്ച്, കസറാക്കിയിട്ട്
നിസ്കരിച്ചു. സലാത്തുൽ ഖൗഫ് 4 റക്അത്ത് നിസ്കരിക്കാം. കസ്റാക്കി നിസ്കരിക്കേണ്ട സ്ഥലത്താണ് സലാത്തുൽ ഖൗഫ് എങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാം. സലാത്തുൽ ഖൗഫ് 1 റക്അത്ത് നിസ്കരിക്കാം. 1 റക്അത്തും നിസ്കരിക്കാം. അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഇനി താലീക്കുണ്ടോ? അബൂദാവൂദിൻ്റെ താലീക്കുണ്ടോ? അൻ അബീ ബക്ര വമിസ്ലുഹു ലി അബീ ദാവൂദ് അൻ അബീ ബക്രത റളിയല്ലാഹു തആല അൻഹു വമിസ്ലുഹു ഇതുപോലത്തെ ഹദീസ് ലി അബീ ദാവൂദ് ഇമാം അബൂദാവൂദിന് സുനനിലുണ്ട്. ആരിൽ നിന്ന്? അൻ അബീ ബക്രത അബൂബക്ര റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അബൂബക്ര റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അപ്പോൾ നസായിയിൽ നിന്ന് ജാബിറിൻ്റെ ഒരു റിവായത്താണിത്. ഈ ഹദീസ് തന്നെ ആരിലുണ്ട്? അബൂദാവൂദിലുണ്ട്. പക്ഷേ അബൂദാവൂദ് ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്? അബൂബക്ര റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം ചെയ്തത്. അടുത്ത ഹുദൈഫൻ്റെ ഹദീസാ അല്ലേ? അൻ ഹുദൈഫത റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല സലാത്തൽ ഖൗഫ് ബിഹാഉലായി റക്അ വബിഹാഉലായി റക്അ വലം യഖ്ദു റവാഹു അഹ്മദ് വഅബൂ ദാവൂദ വന്നസായി വസഹഹഹു ഇബ്നു ഹിബ്ബാൻ അല്ലേ? വലി ഇബ്നു ഖുസൈമത അനി ഇബ്നു അബ്ബാസ് നഹ്വഹു അല്ലേ? അങ്ങനെയാണ്. ومثله عند ابن خزيمة عن ابن عباس رضي الله طيب ما في مشكلة. ഇത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉള്ള ഹദീസാണ്. ആരാ ഹുദൈഫ? ഹുദൈഫത്തുൽ യമാൻ സാഹിബു സിറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫത്ത് ഇബ്നുൽ യമാനിൽ നിന്നുള്ള നിവേദനമാണ്. അദ്ദേഹം പറയാണ് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ല സലാത്തുൽ ഖൗഫ് നമസ്കരിച്ചു ബിഹാഉലായി റക്അ ഒരു വിഭാഗത്തെ കൊണ്ട് 1 റക്അത്ത് വബിഹാഉലായി റക്അ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് 1 റക്അത്ത് വലം യഖ്ദു അവർ പിന്നെ റക്അത്ത് നിസ്കരിച്ച് വീട്ടിയിട്ടില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗത്തെ കൊണ്ട് 1 റക്അത്ത് നിസ്കരിച്ചു, മറ്റൊരു വിഭാഗത്തെ കൊണ്ട് 1 റക്അത്ത് നിസ്കരിച്ചു. വലം യഖ്ദു അവരെന്ത് ചെയ്തിട്ടില്ല? മറ്റൊരു റക്അത്ത് ഉണ്ടല്ലോ 2 റക്അത്ത് അത് വീട്ടിയിട്ടില്ല. അപ്പോൾ സലാത്തുൽ ഖൗഫിന് 1 റക്അത്തും നിസ്കാരമുണ്ട്. ഈ ഹദീസ് റവാഹു അഹ്മദ് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. അബൂദാവൂദ് വന്നസായി വസഹഹഹു ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. വമിസ്ലുഹു ഇൻദ ഇബ്നു ഖുസൈമ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ഖുസൈമയും ഇതുപോലത്തെ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? നിവേദനം ചെയ്തിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്. അപ്പോൾ സലാത്തുൽ ഖൗഫ് നോക്കി അതിൻ്റെ ഒരു കൈഫിയത്താണെന്ത്? 1 റക്അത്ത് നിസ്കരിച്ചാൽ സലാത്തുൽ ഖൗഫായി. അപ്പോൾ അതിൻ്റെ വേറൊരു കൈഫിയത്ത്. ഇനി അടുത്തത് ഇബ്നു ഉമറിൻ്റെ ഹദീസല്ലേ അത്? ഇബ്നു ഉമറിൽ നിന്ന് ബസ്സാറിൻ്റെ റിപ്പോർട്ടേക്കാരല്ലേ അത്? അനി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ മർഫൂഅൻ സലാത്തുൽ ഖൗഫി റക്അത്തുൻ അലാ അയ്യി വജ്ഹിൻ കാൻ അല്ലേ? റവാഹുൽ ബസ്സാർ ബിഇസ്നാദിൻ ضعيف. وعن ابن عمر رضي الله تعالى عنهما قال رسول الله صلى الله عليه وسلم صلاة الخوف ركعة على أي وجه كان. സലാത്തുൽ ഖൗഫ് എന്താ? സലാത്തുൽ ഖൗഫ് ഖൗഫിൻ്റെ നിസ്കാരം, ഭയപ്പാടിൻ്റെ സമയത്തുള്ള നമസ്കാരം. റക്അത്തുൻ 1 റക്അത്താണ്. അല അയ്യി വജിഹിൻ ഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് വജിഹിലേക്കാണെങ്കിലും ശരി, അത് കിബ്ലയിലേക്ക് തന്നെ ആയിക്കൊള്ളുന്നില്ല എന്നർത്ഥം. കിബ്ലയിലേക്ക് തന്നെ ആണെങ്കിലും ആയിക്കൊള്ളുന്നില്ല. ഏത് വജിഹിലേക്കാണെങ്കിലും ശരി സലാത്തുൽ ഖൗഫ് 1 റക്അത്താണ്. ഈ ഹദീസ് ഇമാം ബസ്സാറിൻ്റേതാണ്. ബി ഇസ്നാദിൻ ദഈഫായ സനദ്. ദഈഫ് എന്ന് പറഞ്ഞാൽ പറ്റ ദഈഫായ ഹദീസാണത്. അതിലെ റാവി ബൈലുമാനിയാണ്. ബൈലുമാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ബൈലുമാനി. അദ്ദേഹം വളരെ ദുർബലനായ റാവിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ദഈഫ് മാത്രമല്ല, അതിൽ
റവാഹുൽ ബസാർ ബി ഇസ്നാദിൻ ദഈഫ് എന്നാണ്. അത് ഇബ്നു ഹജറിൻ്റെ വിധിയാണ്, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ദഈഫുൻ ജിദ്ദനാണ്, തീർത്തും ദുർബലാണ്, ഹദീസ് തെളിവിന് കൊള്ളൂല. ഇത് സലാത്തുൽ ഖൗഫി റകഅത്തുൻ അലാ അയ്യി വജ്ഹിൻ കാൻ എന്നുള്ള ഹദീസ് തീർത്തും ദുർബലാണ്. കാരണം മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ബൈലുമാനി എന്ന് പറയുന്ന റാവി അതിൽ മറ്റേ ദുർബലനാണ്. ഈ ഹദീസ് ഇല്ല, ഈ ഹദീസ് ദുർബലാണ്. ഒരു റകഅത്ത് നിസ്കരിച്ചാൽ ഉണ്ട്, പറ്റും. പക്ഷേ ഈ ഒരു റകഅത്ത് നിസ്കാരം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അലത്തൂൽ എന്ന ഒരു റകഅത്ത് ലാഭം അങ്ങനെ അല്ല. അത് ഖൗഫിനനുസരിച്ചാണ് നിസ്കാരം. ഖൗഫിൻ്റെ കാഠിന്യം എത്രയാണ് അതിനനുസരിച്ചാണ് നിസ്കാരം. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഒരു റകഅത്ത് നിസ്കരിച്ചാൽ വീടും ഖൗഫിൻ്റെ നിസ്കാരം. പക്ഷേ ഈ ഹദീസ് ദുർബലാണ്, തീർത്തും ദുർബലാണ്. طيب, അടുത്ത ഹദീസ് നോക്കാം. وعن ابن عمر مرفوعا وعنه وعن ابن عمر مرفوعا ليس في صلاة الخوف سهو എന്താ അത്? ലൈസ ഫി സലാത്തിൽ ഖൗഫി സഹ്വുൻ, ലൈസ ഫി സലാത്തിൽ ഖൗഫ്, സലാത്തുൽ ഖൗഫിൽ ഇല്ല സഹ്വുൻ എന്ന് പറഞ്ഞാൽ മറവിൻ്റെ സുജൂദില്ല എന്നർത്ഥം. മറവിൻ്റെ സുജൂദില്ല. ഇത് റവാഹു ദാറഖുത്നി ബി ഇസ്നാദിൻ ദഈഫ് അല്ലേ? റവാഹു ദാറഖുത്നി, ഇമാം ദാറഖുത്നിയാണ് റിപ്പോർട്ട് ചെയ്തത് ബി ഇസ്നാദിൻ ദഈഫ്. ഹദീസിൻ്റെ സനദ് ദഈഫാണ്. പക്ഷേ ഈ ഹദീസ് ദഈഫാൻ കാരണം അബ്ദുറഹ്മാൻ ഇബ്നു സരി എന്ന് പറയുന്ന റാവിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സരി എന്ന് പറയുന്ന റാവിയാണ്. അദ്ദേഹം ദുർബലനാണ്, അല്ലെങ്കിൽ അദ്ദേഹം കാരണത്താലാണ് ഹദീസിന് ദുർബലത വിധിച്ചത് ഇബ്നു ഹജർ. റവാഹു ദാറഖുത്നി ബി ഇസ്നാദിൻ ദഈഫ് എന്ന് ഇബ്നു ഹജർ പറയാൻ കാരണം ഈ അബ്ദുൽ ഹമീദ് ഇബ്നു സരിയാണ്. അബ്ദുൽ ഹമീദ് ഇബ്നു സരി. പക്ഷേ ലൈസ ഫി സലാത്തിൽ ഖൗഫി സഹ്വുൻ എന്ന് പറഞ്ഞാൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം? പിന്നെ ഒരാൾ എന്തെങ്കിലും വാജിബ് മറന്നു, അല്ലെങ്കിൽ റുക്കുന് മറന്നതിൻ്റെ പേരിൽ സഹ്വിൻ്റെ സുജൂദില്ല എന്നാണ്. അത് ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, എല്ലാ നിസ്കാരത്തിലും സഹ്വിന് എന്തുണ്ട്? സുജൂദുണ്ട്. സഹ്വിന് എന്തുണ്ട്? മറവിക്ക് എന്തുണ്ട്? സുജൂദുണ്ട്. മറവിക്ക് സുജൂദുണ്ട്. അത് സലാത്തുൽ ഖൗഫിനും ഉണ്ട്, മറവിക്ക് സുജൂദ്. മറവി കാരണത്താലല്ല സലാത്തുൽ ഖൗഫിൽ ചിലപ്പോൾ റുക്കൂ അല്ലെങ്കിൽ സുജൂദ് തുമനീനത്ത് ഇതൊന്നും ഇല്ലാതാണ്. പിന്നെ സലാത്തുൽ ഖൗഫ്, റുക്കൂ, സുജൂദ്, തുമനീനത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കേണ്ടതല്ല. കാരണം എന്താ? അതൊക്കെ റുക്കുനുകളാണ്. വാജിബ് നഷ്ടപ്പെട്ടാലാണ് എന്ത്? സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം. അപ്പോൾ സലാത്തുൽ ഖൗഫിൽ നിന്ന് ഒരാൾ ഇപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല ഫരിജാലൻ ഔ റുക്ബാന, ഖൗഫിൻ്റെ നമസ്കാരം നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ കാൽനടയായിട്ട് നിസ്കരിക്കാം, വാഹനപ്പുറത്തായിട്ട് നിസ്കരിക്കാം, എങ്ങനെയാണ് കഴിയുന്ന ആ രീതിയിൽ. പിന്നെ അതിൽ റുക്കൂ, സുജൂദ് ഇതൊന്നും ഇല്ലെങ്കിലും നിസ്കാരം സാധുവാണ്. അതെന്തുകൊണ്ടാണ്? മറവിയോണ്ടല്ല. പിന്നെയോ അതാ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്, ഖൗഫിൻ്റെ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. സഹ്വ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് എന്ത് ചെയ്യണം? അത് പരിഹരിക്കണം എന്നുള്ളതാണ്. പരിഹരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളിൽ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ലൈസ ഫി സലാത്തുൽ ഖൗഫി സഹ്വുൻ എന്നുള്ളത് ദാറഖുത്നിയുടെ റിപ്പോർട്ട് ദുർബലാണ്. സഹ്വിൻ്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കേണ്ട വിധം ഒരു സഹ്വ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സലാത്തുൽ ഖൗഫിൽ എന്ത് ചെയ്യണം? സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. അതിന് പറ്റൂല എങ്കിൽ റുക്കിന് തന്നെ ഒഴിവാക്കി നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് ഇത് സലാത്തുൽ ഖൗഫ്. അപ്പോൾ പിന്നെ സഹ്വിൽ ഒഴിവാക്കണമെങ്കിൽ എന്തില്ല? അതിൽ ഇഷ്കാലൊന്നുമില്ല. ഇവിടെ പിന്നെ സലാത്തുൽ ഖൗഫ് ഒരു റക്അത്ത് മതി എന്നറിയിക്കുന്ന ഈ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് ഇത് സഹീഹാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പേടി അതിൻ്റെ കാഠിന്യത്തിനനുസരിച്ച്, ശത്രുവിൻ്റെ അവസ്ഥക്കനുസരിച്ച് പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കാം. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും 4 മദ്ഹബിൻ്റെ ഇമാമുകൾ വരെ ഒരു റക്അത്ത് നമസ്കാരം ശരിയാകില്ല എന്നുള്ളതാണ് അവരുടെ വീക്ഷണം. പക്ഷേ ഈ ഹദീസ്, സഹിഹായ ഹദീസ് അവരുടെ നിലപാടിന് എതിരാണ്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സഹിഹായ ഒരു റിപ്പോർട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തദ്ദേശവാസിക്ക് നിസ്കാരം 4 റക്അത്തും, മുസാഫിറിന് 2 റക്അത്തും, പിന്നെ ഖായിഫിന് സലാത്തുൽ ഖൗഫ് ഖൗഫിൻ്റെ നമസ്കാരം നിർവഹിക്കുന്നവർക്ക് 1 റക്അത്തും ഷറാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് സഹിയായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ സഹിഹായ ഹദീസുകൾ അറിയിക്കുന്നുണ്ട്
ഖൗഫിനനുസരിച്ച് ഒരാൾ ഒരു റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ എന്തായി? സലാത്ത് നമസ്കാരം വീടും. ഈ അഭിപ്രായം 4 മദ്ഹബിൻ്റെ ഇമാംമാരുടെയും വീക്ഷണത്തിന് എതിരാണ്. പക്ഷേ തെളിവ് അവരുടെ കൂടെയല്ല, തെളിവ് ഈ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ നമസ്കാരം വീടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷത്താണ്. ഖലാസ്, ഇതാണ് സലാത്തുൽ ഖൗഫുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ഇനി സലാത്തുൽ ഈദൈനിയാണ് അല്ലേ? കഴിഞ്ഞില്ലേ? ഹദീസുകൾ കഴിഞ്ഞില്ലേ സലാത്തുൽ ഖൗഫിലെ? ഇനി സലാത്തുൽ ഈദൈൻ, പെരുന്നാൾ നമസ്കാരം. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.